കനത്ത മഴയും അവഗണിച്ചാണ് പി.വി. അൻവറിന്റെ പുതിയ സാമൂഹിക മുന്നേറ്റ പ്രഖ്യാപനത്തിനായി ആളുകൾ മഞ്ചേരിയിലേക്ക് ഒഴുകിയെത്തിയത്. മഴയും പോലീസ് വാഹനങ്ങൾ തടഞ്ഞതും പുറമേ നിന്നുള്ള ഭീഷണിയും ആളുകളുടെ പങ്കാളിത്തം കുറച്ചെന്ന് പി.വി. അൻവർ ആരോപിക്കുന്നു. എന്നാൽ വീടുകളിൽ ഇരുന്ന് ലക്ഷക്കണക്കിന് ആളുകൾ തത്സമയം പ്രസംഗം കേട്ടെന്നും പി.വി. അൻവർ അവകാശപ്പെട്ടു. തമിഴ്നാട്ടിലെ ഗൂഡലൂരിൽ നിന്ന് DMK പ്രവർത്തകരും മഞ്ചേരിയിലെത്തിയിരുന്നു. സിനോജ് തോമസ് നൽകും വിവരങ്ങൾ. സിനോജ്, പ്രമുഖരായ DMK നേതാക്കൾ ഒന്നും തന്നെ പരിപാടിക്ക് എത്തിയിരുന്നില്ല. എന്നാൽ ജനസഞ്ചയത്തെയാണ് നമ്മൾ ഇന്ന് മഞ്ചേരിയിൽ കണ്ടത്. മഞ്ചേരി ജസീല ജംഗ്ഷനിൽ 2000 പേർക്ക് ഇരിക്കാവുന്ന പ്രത്യേക വേദിയാണ് തയ്യാറാക്കിയത്. പക്ഷേ ഇന്ന് മലപ്പുറം ജില്ലയിൽ ഓറഞ്ച് അലർട്ടായിരുന്നു. രാവിലെ മുതൽ തന്നെ കനത്ത മഴയുണ്ടായിരുന്നു. ആ മഴയെ അവഗണിച്ച് നിരവധി ആളുകൾ മഞ്ചേരിയിലെ മണ്ണിലേക്ക് ഒഴുകിയെത്തി. പക്ഷേ മഴ കാരണം ഈ പന്തലിന് പുറത്തേക്ക് കസേരകളിൽ ഇരിക്കാൻ ആളുകൾ ഉണ്ടായിരുന്നില്ല. വൈകുന്നേരം 6 മണിയോടുകൂടി തന്നെ പന്തൽ നിറയെ ആളുകൾ ഇവിടേക്ക് ഒഴുകിയെത്തി. മലപ്പുറം ജില്ലയിൽ നിന്ന് മാത്രമല്ല DMKയുമായി സഖ്യമുണ്ടാക്കുന്നെന്ന വാർത്ത വന്നതോടുകൂടി തൊട്ടടുത്ത തമിഴ്നാട്ടിലെ ഗൂഡല്ലൂരിൽ നിന്ന് വരെ DMKയുടെ പ്രവർത്തകർ ഈ മഞ്ചേരിയുടെ മണ്ണിലേക്ക് വന്നു. തൊട്ടടുത്ത ജില്ലകളായ വയനാട്ടിൽ നിന്നും കോഴിക്കോട് നിന്നും ഒപ്പം എറണാകുളം ജില്ലയിൽ നിന്ന് വരെ നിരവധി ആളുകളാണ് പി.വി. അൻവറിൻ്റെ പുതിയ സാമൂഹ്യ മുന്നേറ്റ പ്രഖ്യാപനം കാണാനും കേൾക്കാനും വേണ്ടി ഈ മഞ്ചേരിയുടെ മണ്ണിലേക്ക് എത്തിയത്. അദ്ദേഹം പ്രസംഗത്തിലും പറഞ്ഞു, മഴ കാരണം നിരവധി ആളുകൾക്ക് ഇവിടേക്ക് എത്താൻ വേണ്ടി സാധിച്ചില്ല. കാരണം സാധാരണക്കാരാണ് ഏറ്റവും കൂടുതൽ ആളുകൾ വരുന്നത് ഇരുചക്ര വാഹനത്തിലാണ്. മഴ കാരണം അവർക്ക് ഈ ഇരുചക്ര വാഹനം ഓടിച്ചുകൊണ്ട് ഈ മഞ്ചേരിയിലേക്ക് വരാൻ സാധിച്ചില്ല. ഒപ്പം 2 ആരോപണങ്ങൾ കൂടി അദ്ദേഹം ഉന്നയിക്കുകയും ചെയ്തു. പോലീസ് പല സ്ഥലങ്ങളിൽ വാഹനങ്ങൾ തടഞ്ഞു എന്ന ആരോപണമാണ് ഉന്നയിച്ചത്. കിലോമീറ്ററുകൾ അകലെ വെച്ച് മഞ്ചേരി ജംഗ്ഷൻ്റെ കിലോമീറ്ററുകൾ അകലം വെച്ച് തന്നെ പോലീസ് വാഹനം തടഞ്ഞതുകൊണ്ട് നിരവധി ആളുകൾക്ക് മടങ്ങിപ്പോകേണ്ടി വന്നു. അതോടൊപ്പത്തിന് ചില ആളുകൾ ഇവിടേക്ക് വന്ന പ്രവർത്തകരെ ഭീഷണിപ്പെടുത്തിയെന്ന ഗുരുതരമായ ആരോപണം കൂടി പി.വി. അൻവർ ഇന്നത്തെ വേദിയിൽ പറയുകയും ചെയ്തു. പക്ഷേ ഉണ്ടായെങ്കിൽ പോലും നൂറുകണക്കിന് ആളുകളാണ് അൻവറിന്റെ പ്രസംഗം കേൾക്കാൻ അവിടെ എത്തിയത്. സിനോജ് തോമസ് ആണ് വിവരങ്ങൾ നൽകിയത്.